എല്ലാവർക്കും എജു സ്റ്റെപ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള 9ാം ക്ലാസ്സിലെ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള രാസബന്ധനമാണ്, അതായത് കെമിക്കൽ ബോണ്ടിങ്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾസ് ഉണ്ടാവുന്നത്, അതായത് ആറ്റങ്ങൾ റിയാക്ട് ചെയ്തിട്ട് എങ്ങനെയാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കോമ്പൗണ്ടുകൾ, തന്മാത്രകൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആറ്റത്തിൽ ആറ്റോമിക് പാർട്ടിക്കിൾ, മൗലിക കണങ്ങളായിട്ട് വരുന്ന ന്യൂട്രോണുകൾ, പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ ഇവയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവ എങ്ങനെയാണ് ഒരു ആറ്റത്തിനുള്ളിൽ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഏതായാലും ന്യൂക്ലിയസിനുള്ളിലാണ് ന്യൂട്രോണും പ്രോട്ടോണും സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയസിന് പുറത്തായിട്ട് ഷെല്ലുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന രീതിയിലാണ് ഇലക്ട്രോണുകൾ കാണപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഏതെല്ലാം കാര്യങ്ങൾ അനുസരിച്ചാണ് ഒരു ആറ്റം മറ്റൊരു ആറ്റമായിട്ട് കൂടി ചേർന്നിട്ട് സംയുക്തം ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ആറ്റങ്ങൾ കൂടി ചേർന്ന് ഒരു സംയുക്തം ഉണ്ടാകുന്ന കാര്യം പറയുമ്പോഴേ അതിലൊരു പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ആറ്റങ്ങൾക്ക് മറ്റൊരു ആറ്റവുമായിട്ട് കൂടിച്ചേരാനുള്ള ഒരു പ്രവണത വരുന്നത്. അപ്പോൾ സാധാരണ ഒരു ആറ്റം എന്ന് പറയുമ്പോൾ അതിന് സെൻട്രലായിട്ട് ന്യൂക്ലിയസ് ഉണ്ടാവും, അതിന് ചുറ്റും ഷെല്ലുകളിൽ ഇലക്ട്രോണുകളും ഉണ്ടാവും. നമുക്കറിയാം ഓരോ ഷെല്ലുകളിലെയും ഇലക്ട്രോണുകളുടെ പരമാവധി എത്ര എണ്ണം ഇലക്ട്രോണുകൾ ഓരോ ഷെല്ലിലും ക്രമീകരിക്കാം എന്ന് നമ്മൾ മുമ്പ് പഠിച്ചു. അതായത് KLMN അല്ലെങ്കിൽ 1 2 3 4 ഇങ്ങനെ ഷെല്ലുകളെ നമ്പർ ചെയ്തിട്ട് ഒന്നാമത്തെ ഷെല്ലായിട്ടുള്ള K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരാം, നമ്മളൊരു സമവാക്യം വെച്ച് പഠിച്ചിരുന്നു, 2n². അതായത് n എന്ന് പറയുന്നത് ഷെല്ലിൻ്റെ എണ്ണമായിരുന്നു. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2n² എന്നാണ് നമ്മൾ പഠിച്ചത്, പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം. അപ്പോൾ ഇവിടെ ഈ n എന്നുള്ളത് 1 കൊടുക്കുമ്പോൾ നമുക്കറിയാം 1² × 2 എന്ന് പറയുമ്പോൾ 2. അതായത് K ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2 ആയിരുന്നു. അതുപോലെ നമ്മൾ കണ്ടെത്തി L ഷെല്ലിൽ പരമാവധി 8 ഇലക്ട്രോണുകളെയാണ് ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 8 ഇലക്ട്രോണുകൾ രണ്ടാമത്തെ ഷെല്ലിൽ, അതായത് ഇപ്പോൾ 2 ഷെല്ലുകൾ മാത്രമുള്ള ഒരു ആറ്റമാണെങ്കിൽ അതിൻ്റെ രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല, 7 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യും, ആ ആറ്റത്തിന് ഒരു പ്രവണത ഉണ്ടാവും. അതായത് 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ മാത്രമേ ആ ആറ്റത്തിന് ഒരു സ്ഥിരത ഉള്ളൂ എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട്. അതായത് അഷ്ടക നിയമം എന്ന് പറയുന്ന ഒരു നിയമം. അതായത് ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണിൻ്റെ ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ കേസിൽ 2 ഇലക്ട്രോണാണ് വരുന്നത്. അതല്ലാതെ ബാക്കി ആറ്റങ്ങൾ വെച്ച് നോക്കുമ്പോൾ മിനിമം എത്ര വേണം, 8 ഇലക്ട്രോണുകൾ, മിനിമം അല്ല 8 ഇലക്ട്രോണുകൾ വേണം ബാഹ്യതമ ഷെല്ലിൽ. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഇല്ല എങ്കിൽ എന്ത് ചെയ്യും, ആ ആറ്റം ഒന്നെങ്കിലും മറ്റൊരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഷെയർ ചെയ്തുകൊണ്ടോ 8 ഇലക്ട്രോണുകൾ ബാഹ്യതമ ഷെല്ലിൽ വരുത്താൻ ശ്രമിക്കും. അതെല്ലാം വളരെ കുറഞ്ഞ രീതിയിലാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കും. ഇപ്പോൾ 2 ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ, 8 ഇലക്ട്രോൺ ആവാൻ 6 ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 6 സ്വീകരിക്കുന്നതിന് പകരം 2 ഇലക്ട്രോണുകളെ മറ്റ് ആറ്റങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് എന്ത് ചെയ്യും, അതിൻ്റെ സ്ഥിരത കൈവരിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് ഏത് ആറ്റത്തിനാണോ അത് ഇലക്ട്രോണ് വിട്ടുകൊടുത്തത്, അല്ലെങ്കിൽ ഏത് ആറ്റത്തിൽ നിന്നാണോ ഇലക്ട്രോൺ സ്വീകരിച്ചത്, ആ ആറ്റവുമായിട്ട് അതിനൊരു ബന്ധം വരുന്നുണ്ട്. ഈ ബന്ധത്തിലൂടെയാണ് നമ്മൾ എന്ത് വരുന്നത്, അവിടെ തന്മാത്രകൾ അല്ലെങ്കിൽ സംയുക്തങ്ങളൊക്കെ രൂപം കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. ഇവിടെ നമുക്ക് ആദ്യം പഠിക്കാൻ വരുന്നത് ഇലക്ട്രോണുകളുടെ അറേഞ്ച്മെൻറ്റ്, അതായത് ഇലക്ട്രോൺ വിന്യാസമാണ്. നമുക്ക് അറിയാവുന്ന ഒരു കേസ് എന്ന് പറയുന്നത് സാധാരണ മൂലകങ്ങളുടെ കേസ് അറിയാം. എന്നാൽ നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ഏറ്റവും അവസാനത്തെ കോളത്തിൽ വരുന്ന മൂലകങ്ങളാണ് ഇവയ്ക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ഇവയെല്ലാം തന്നെ അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങളാണ്.
ഇവിടെ ഒരു സ്വഭാവം നയിക്കുന്ന എന്താണ്? ഇവർ അലസരാണ്. ഇവർക്ക് മറ്റൊരു ആറ്റങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവയുമായിട്ട് സംയുക്തങ്ങളൊക്കെ രൂപപ്പെടുത്താനോ ഉള്ള താല്പര്യം തീരെയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവയുടെ എല്ലാം ഇലക്ട്രോൺ വിന്യാസം എന്താണ്? കംപ്ലീറ്റഡ് ആണ്. നോക്കുക, എല്ലാറ്റിലും ആദ്യത്തെ ഹീലിയം പോട്ടെ, ഹീലിയത്തിന് 2 മതി. ബാക്കി വരുന്ന നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റാഡൺ ഇവയ്ക്കെല്ലാം എന്തുണ്ട്? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 തന്നെയാണ്. അങ്ങനെ 8 ഇലക്ട്രോൺ എങ്കിൽ എന്തായിരിക്കും? അവയുടെ അഷ്ടക നിയമം അഷ്ടകം പൂർത്തീകരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അഷ്ടക നിയമം ഇവ പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് എന്തില്ല? മറ്റൊരു ആറ്റവുമായിട്ട് കൂടിച്ചേരാനോ അല്ലെങ്കിൽ രാസപ്രവർത്തനം നടത്തിയിട്ട് സംയുക്തങ്ങളൊക്കെ രൂപം കൊള്ളാനോ ഉള്ള താല്പര്യം ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ അവ എന്ത് പറയുന്നത്? അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. മറ്റൊരു പേരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. അപ്പോൾ ഏതൊരു മൂലകവും എന്ത് ചെയ്യുന്നു? അതിൻ്റെ തൊട്ടടുത്തുള്ള ഈ അലസ മൂലകം ഉണ്ടല്ലോ, ഉത്കൃഷ്ട മൂലകം, അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ 2,7 എന്ന ഇലക്ട്രോൺ വിന്യാസമാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് 2,8 എന്നാക്കി മാറ്റാൻ ശ്രമിക്കും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് 2,1 ആണെങ്കിൽ 1നെ വിട്ടുകൊടുത്തുകൊണ്ട് 2 എന്ന വിന്യാസം വരുത്താൻ ശ്രമിക്കും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അവ എന്ത് ചെയ്യുന്നത്? സംയുക്തങ്ങൾ രൂപപ്പെടുത്തുന്നത് അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഇങ്ങനെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ക്രമീകരിക്കണം എന്ന് പറയുന്ന നിയമത്തെയാണ് നമ്മൾ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അതായത് ബാഹ്യതമ ഷെൽ എന്ന് ഉദ്ദേശിക്കാൻ ഏതൊരു ആറ്റത്തിനും അവസാനത്തെ ഒരു ഷെൽ ഉണ്ടാവുമല്ലോ. ഒരു പക്ഷേ കെ ആവാം, അല്ലെങ്കിൽ കെ വേണ്ട, എൽ ആവാം, എം ആവാം, അങ്ങനെ. അപ്പോൾ അതിൽ ഏതിലാണോ ഏതാണോ ഏറ്റവും ലാസ്റ്റ് വരുന്നത്, അപ്പോൾ ആ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കണം. ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരുന്ന ക്രമീകരണമാണ് അഷ്ടക ഇലക്ട്രോൺ വിന്യാസം. ഈ അഷ്ടക ഇലക്ട്രോൺ വിന്യാസം കാണപ്പെടുന്നത് അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഉത്കൃഷ്ടവാതകങ്ങൾ മാത്രമാണ്. എന്നാൽ ബാക്കിയുള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ മൂലകങ്ങൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഒരു വിന്യാസം കണ്ടെത്തുന്നതിന് വേണ്ടി, അത് നേടുന്നതിന് വേണ്ടിയിട്ട് മറ്റു ആറ്റങ്ങളുമായിട്ട് കൂടിച്ചേരുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം, ഹീലിയം ആറ്റത്തിൽ ഒരു ഷെല്ല് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നാം ഷെല്ലിൽ പരമാവധി ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്കറിയാം 2 ആണ്. അതുകൊണ്ട് തന്നെ ഹീലിയം ആറ്റത്തിന് 2 ഇലക്ട്രോണുകൾ ഉള്ളത് കൊണ്ട് തന്നെ അത് സ്ഥിരത കൈവരിച്ചതാണ്. ഇനി മഗ്നീഷ്യം നോക്കാം. മഗ്നീഷ്യം ആറ്റത്തിൽ അറ്റോമിക് നമ്പർ 12 ആണ്. അങ്ങനെയാകുമ്പോൾ 12 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഇത് കെ ഷെല്ലിലാണ് 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 2. അപ്പോൾ 2, 8, 2 ഈ രീതിയിൽ വന്നു. പക്ഷേ ഈ 2 ഇലക്ട്രോൺ ആവുന്നത് കൊണ്ട് നമുക്ക് എന്തില്ല? ഇവിടെ 8 ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട്, അതായത് 6 ഇലക്ട്രോണിന്റെ കുറവുണ്ട് 8 ഇലക്ട്രോൺ ആവാൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മഗ്നീഷ്യം ആറ്റം അഷ്ടക നിയമം ഉൾക്കൊണ്ടിട്ടില്ല, അല്ലെ? അഷ്ടക ഇലക്ട്രോൺ വിന്യാസം അല്ല ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്താവാം? ഈ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോ അല്ലെങ്കിൽ ഇതിലോട്ട് 6 ഇലക്ട്രോൺ സ്വീകരിക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് എന്താണ്? ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന ഈ 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കണം. അപ്പോൾ മഗ്നീഷ്യം ആറ്റം ഇതിന്റെ ബാഹ്യതമ ഷെല്ലിലെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് മറ്റൊരു ആറ്റവുമായിട്ട്, വേറൊരു മൂലകത്തിന്റെ ഒരു ആറ്റവുമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ബന്ധം സ്ഥാപിക്കും. അതുപോലെ ഓക്സിജന്റെ കേസിലാണെങ്കിൽ ബാഹ്യതമ ഷെല്ലിൽ 6 ഇലക്ട്രോണുകളാണുള്ളത്. അപ്പോൾ ഇതിൽ അഷ്ടക നിയമം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോണുകൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. അതുപോലെ സോഡിയത്തിന് 11 ആറ്റോമിക് നമ്പർ. 1 ഇലക്ട്രോണാണ് ബാഹ്യതമ ഷെല്ലിലുള്ളത്. ഈ 1 ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ സോഡിയം ആറ്റത്തിന് അഷ്ടക നിയമം പൂർത്തീകരിക്കും. അതേപോലെ ക്ലോറിന് 7 ഇലക്ട്രോണാണ്. അതിൽ 1 ഇലക്ട്രോൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് അഷ്ടക നിയമം പൂർത്തീകരിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇപ്പോൾ പട്ടികയിൽ തന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം നമുക്ക് കണ്ടു. എല്ലാ മൂലകങ്ങളിലും ഒന്നെങ്കിൽ കുറവുണ്ട്, ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ കൂടുതലുണ്ട്, അല്ലെങ്കിൽ 8 ഇലക്ട്രോണുകൾ കുറവുണ്ടെന്ന് പറയും. അപ്പോൾ ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും, ഈ ആറ്റങ്ങൾക്കൊന്നും തന്നെ എന്തില്ല? സ്ഥിരതയില്ല. സ്ഥിരത ഇല്ലാതിരിക്കാൻ കാരണം എന്താണ്? അവയുടെ ഒന്നും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം 8 അല്ല, അല്ലെ? അഷ്ടക നിയമം പൂർത്തീകരിക്കാത്ത മൂലകങ്ങളായതുകൊണ്ട് ഈ മൂലകങ്ങളുടെ ആറ്റങ്ങളൊന്നും തന്നെ എന്താ? സ്ഥിരതയില്ലാത്തവയാണ്.
ഇനി സ്ഥിരത കൈവരുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? രാസബന്ധനത്തിൽ ഏർപ്പെടും. അതായത് ഏതെങ്കിലും ഒരു ആറ്റം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലകത്തിൻ്റെ ആറ്റമായിട്ട് ഒന്നുകിൽ ഇലക്ട്രോണുകളെ സ്വീകരിച്ചു കൊണ്ടോ അല്ലെങ്കിൽ വിട്ടുകൊടുത്തുകൊണ്ടോ അവരൊരു ബന്ധം ഏർപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള ആ ബന്ധനത്തെ നമുക്ക് രാസബന്ധനം എന്ന് പറയും. ഒരു തന്മാത്രയിലെ അതിലെ ആറ്റങ്ങൾ പരസ്പരം ചേർത്ത് നിർത്തുന്ന ബന്ധനത്തെയാണ് രാസബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ H2 എന്ന മോളിക്യൂളിൽ തമ്മിൽ ഒരു ബന്ധനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ രാസബന്ധനമാണ് നടന്നിട്ടുള്ളത്. എന്നാൽ ഈ രാസബന്ധനം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുണ്ട്. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നാണ്, അതായത് അയോണിക് ബന്ധനം അല്ലെങ്കിൽ അയോണിക് ബോണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കേസിൽ നമ്മൾ നേരത്തെ കണ്ടു സോഡിയം എന്ന് പറയുമ്പോൾ 11 ആറ്റോമിക് നമ്പർ. സോഡിയം 11 ആകുമ്പോൾ എങ്ങനെയാണ്? 281 എന്നാണ് വരുന്നത് അല്ലേ? അപ്പോൾ 281 എന്നാകുമ്പോൾ എന്താ പറയാ, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ഉള്ളതാണ് എന്ന് പറയാം അല്ലേ? ഇവിടെ എന്താ സംഭവിച്ചത്? 2.8 ഈ ആറ്റത്തിന് സ്ഥിരത കൈവരുത്തുന്ന രീതിയിലുള്ള ഇലക്ട്രോൺ വിന്യാസം. എന്നാൽ ബാഹ്യതമ ഷെല്ലിൽ ഈ ഒരു ഇലക്ട്രോൺ കൂടെ ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഇതിന് സ്ഥിരതയില്ല. ഇനി ഇതിന് സ്ഥിരത കൈവരിക്കണമെങ്കിൽ ഈ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ വേണം. അങ്ങനെയാകുമ്പോൾ 7 ഇലക്ട്രോണെ സ്വീകരിക്കേണ്ടതുണ്ട്. അതിനേക്കാൾ ഏറ്റവും ഈസി ആയിട്ടുള്ള നടപടി എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് ഒഴിവാക്കാം. അപ്പോൾ എന്തുണ്ട്? ഇവിടുത്തെ ബാഹ്യതമ ഷെല്ലിൽ 2.8 എന്ന രീതിയിൽ ഇലക്ട്രോൺ വിന്യാസം വരും. ഈ ഒരൊറ്റ ഇലക്ട്രോണെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കുക നോക്കുക. അപ്പോൾ എന്താ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം? 2.8. അതായത് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണായി. ഇനിയിപ്പോൾ എന്തായി? സോഡിയം സ്ഥിരതയുള്ളതായി. അപ്പോൾ ഈ ഇലക്ട്രോൺ, ഈ ലാസ്റ്റ് വരുന്ന ഈ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ നമ്മൾ ഒഴിവാക്കുന്ന സമയത്ത് ഇത് ഏതെങ്കിലും ഒരു ആറ്റം സ്വീകരിക്കും. ഈ ഇലക്ട്രോൺ ഏതെങ്കിലും ഒരു ആറ്റം സ്വീകരിക്കും. അപ്പോൾ നമുക്ക് ഈ സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലസ് എന്നിട്ട്, അതായത് Na+. ഇപ്പോൾ ഇതിനെ നമുക്ക് ആറ്റം എന്ന് വിളിക്കാൻ കഴിയില്ല. എന്താ വിളിക്കാൻ കഴിയുന്നത്? സോഡിയം അയോൺ എന്നാണ് വിളിക്കാൻ കഴിയുന്നത്. അയോൺ സോഡിയം അയോൺ എന്ന് വിളിക്കാൻ പറ്റും. അതായത് ഈ ഒരു പ്ലസ് മാർക്ക് കാണിക്കുന്ന എന്താണ്? ഇതിൽ നിന്നും ഒരു ഇലക്ട്രോണിന് വിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മനസ്സിലായി. ഇനി അതുപോലെ തന്നെ നമുക്ക് നോക്കാം ക്ലോറിൻ്റെ ആറ്റം. ക്ലോറിൻ ആറ്റം എന്ന് പറയുമ്പോൾ അതിലെ ഇലക്ട്രോൺ വിന്യാസം 287, അതായത് 17 വരുന്നത് ആറ്റോമിക് നമ്പർ. അപ്പോൾ 287 വരുന്നത്. 287. അപ്പോൾ ക്ലോറിൻ്റെ കേസിൽ 287, അതായത് ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ, 7 ഇലക്ട്രോണുകളാണുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ 8 ആക്കാൻ നമുക്ക് ചെയ്യാവുന്ന ഒന്ന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സോഡിയം നൽകുന്ന ഈ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ അങ്ങോട്ട് സ്വീകരിക്കുമ്പോൾ ഇവിടെ 288 എന്ന രീതിയിലാവും. അതായത് ഇവിടുത്തെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ വരും. അപ്പോൾ അഷ്ടക നിയമം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വീകരിച്ചു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു ഇലക്ട്രോൺ ഒരു മൈനസ് ചാർജ് ഇടാം. ഇപ്പോൾ രണ്ടും അയോണുകളാണ്. ഒരു അയോണിക ബന്ധനം എന്ന് പറയുന്നത് തന്നെ രണ്ട് അയോണുകൾ തമ്മിലുള്ള രാസബന്ധനമാണ്. അയോണുകളായിട്ടാണ് ഇങ്ങനെ ഒരു തന്മാത്രയിൽ ആറ്റങ്ങൾ നിലനിൽക്കുന്നത്. Na+ അയോണും ക്ലോറിൻ Cl- അയോണും ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഇതാണ് ഒരു അയോണിക ബന്ധനത്തിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൽ സോഡിയം അയോണും ക്ലോറൈഡ് അയോണും ഉണ്ട്. അപ്പോൾ ഇവിടെ സോഡിയം അതിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുക്കുകയും ക്ലോറിൻ സോഡിയത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സോഡിയത്തിനും ക്ലോറിനും സ്ഥിരത കൈവരിച്ചു. മാത്രമല്ല അവ അയോണുകളായിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഡയഗ്രാം വരയ്ക്കാം. അതിനെയാണ് ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഷെല്ലുകളിലെ ഇലക്ട്രോണുകളെ ഡോട്ടുകളായിട്ട് ചിത്രീകരിക്കുന്ന രീതിയാണ്. ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ് ഈ രീതി കണ്ടെത്തിയത്. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന പോലത്തെയുള്ള ഇതാണ് ഡോട്ട് ഡയഗ്രാം. അതായത് ന്യൂക്ലിയസിൽ 11 പ്രോട്ടോണും 12 ന്യൂട്രോണും ഉണ്ട്.
ഇത് സോഡിയമാണ്. സോഡിയത്തിലാണ് 2, 8, 1 എന്ന രീതിയിൽ ഇലക്ട്രോൺ. ഇതാണ് ഏറ്റവും അൾട്ടിമേറ്റ് അല്ലെ, ലാസ്റ്റ് വരുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഇതാണ്. അതുപോലെ തന്നെ ക്ലോറിൻ്റെ കേസിൽ ബാഹ്യതമ ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഏറ്റവും ഈസി ആയ കാര്യം ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കുക എന്നുള്ളതാണ്. അതിവിടെ ചെയ്തിട്ടുണ്ട്. പുറത്തുള്ള ഷെല്ലിപ്പോൾ ഇല്ലാണ്ടായിട്ടുണ്ട്. കാരണം ബാഹ്യതമ ഷെല്ല് രണ്ടാമത്തെ ഷെല്ലായി മാറി. മൂന്നാമത്തെ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആയിരുന്നു, അതിന് ക്ലോറിനിലോട്ട് കൊടുത്ത്. അപ്പോൾ ഇവിടെ സോഡിയത്തിന് 2, 8 എന്ന സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസം കിട്ടി. അതുപോലെ ക്ലോറിനും 2, 8, 8 എന്ന രീതിയിൽ സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സോഡിയം ആറ്റം ക്ലോറിൻ ആറ്റം ഇലക്ട്രോൺ കൈമാറ്റം ചെയ്യുന്ന ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രമാണ് ഈ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഈ ടാബിൾ ഒന്ന് ഫില്ലപ്പ് ചെയ്ത് നോക്കാം. ഇലക്ട്രോൺ വിന്യാസം രാസപ്രവർത്തനത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു? 2, 8, 1 എന്നായിരുന്നു അല്ലേ? എന്നാൽ രാസപ്രവർത്തന ശേഷം അത് 2, 8 എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുത്തു. ക്ലോറിൻ ആയിരുന്നെങ്കിൽ 2, 8, 7 ആയിരുന്നു ഇലക്ട്രോൺ വിന്യാസം. 2, 8, 7 ആയിരുന്നു. ഇവിടെയോ രാസപ്രവർത്തന ശേഷം 2, 8, 8 ആയി മാറിയിട്ടുണ്ട്. അതായത് ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചു. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് നമുക്കറിയാം. എങ്ങനെയാണ്? സോഡിയത്തിന്റെ 11 ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം, അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണം. എന്നാൽ രാസപ്രവർത്തനത്തിന് ശേഷം ഇലക്ട്രോണുകളുടെ എണ്ണം 10 ആയിട്ട് കുറഞ്ഞു. കാരണം ഒരു ഇലക്ട്രോൺ കൊടുത്തു. പ്രോട്ടോണുകളുടെ എണ്ണത്തിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, 11 തന്നെയായിരിക്കും. ക്ലോറിൻ ആയിരുന്നെങ്കിൽ 17 ആയിരുന്നു രാസപ്രവർത്തനത്തിന് മുമ്പ് ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണം. രാസപ്രവർത്തന ശേഷം അത് 18ഉം, ഇവിടെയോ പ്രോട്ടോണുകളുടെ എണ്ണം 17 തന്നെയാണ്. ഇനി ചാർജ് രാസപ്രവർത്തനത്തിന് മുമ്പ് സോഡിയത്തിന്റെ ചാർജ് 0 ആണ്. നമുക്കറിയാം ആറ്റം വൈദ്യുതപരമായിട്ട് എന്താണ്? ഉദാസീനമാണ്. കാരണം എന്തായിരുന്നു? അതിൽ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം തുല്യമായിരുന്നു. അത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അതുകൊണ്ട് 0 ആയിരുന്നു. എന്നാൽ രാസപ്രവർത്തനത്തിന് ശേഷം സോഡിയത്തിന് ഒരു പ്ലസ് ചാർജ്, പോസിറ്റീവ് ചാർജ് വന്നിട്ടുണ്ട്. ഇനി രാസപ്രവർത്തനത്തിന് മുമ്പ് ക്ലോറിനും എന്തായിരുന്നു? ന്യൂട്രൽ ആയിരുന്നു അല്ലേ? ചാർജ് ഇല്ല. രാസപ്രവർത്തന ശേഷം അതിന് നെഗറ്റീവ് ചാർജും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു അയോണിക ബന്ധനം നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ചാർജ് വന്നു, ഇലക്ട്രോണുകളുടെ എണ്ണം ചേഞ്ച് ചെയ്തു, എന്നാൽ പ്രോട്ടോണുകളുടെ എണ്ണം സ്ഥിരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇലക്ട്രോൺ വിട്ടുകൊടുത്തത്? സോഡിയം ആറ്റമാണ്. എന്നാൽ സ്വീകരിച്ച ആറ്റം ക്ലോറിൻ ആണ്. അതായത് ഒരു ഇലക്ട്രോണിനെയാണ് സോഡിയം വിട്ടുകൊടുത്തത്. ഒരു ഇലക്ട്രോണിനെയാണ് ആര് സ്വീകരിച്ചത്? ക്ലോറിൻ സ്വീകരിച്ചത്. അങ്ങനെ സോഡിയം ക്ലോറൈഡ് രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇലക്ട്രോൺ കൈമാറ്റം സമവാക്യമായിട്ട് എഴുതാൻ എന്താണ്? സോഡിയം ഗിവ്സ് സോഡിയം, അതായത് Na gives Na++ 1 ഇലക്ട്രോൺ. Na എന്തായി മാറി? സോഡിയം ആറ്റം സോഡിയം അയോണും പിന്നെ ഒരു 1 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുകയും ചെയ്തു. ആ റിലീസ് ചെയ്ത ഇലക്ട്രോണിനെ ക്ലോറിൻ ആറ്റം സ്വീകരിച്ചിട്ട് ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സോഡിയം ക്ലോറൈഡ് രൂപീകരണത്തിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് സോഡിയം അയോൺ ആയി മാറുന്നു. ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ക്ലോറൈഡ് അയോൺ ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള അയോൺ ആണ്, അതായത് Na+ അയോൺ. ഈ അയോണുകളെ നമ്മൾ എന്ത് വിളിക്കും? കാറ്റയോൺ എന്ന് വിളിക്കും. പോസിറ്റീവ് ചാർജുള്ള അയോണുകളെയാണ് കാറ്റയോണുകൾ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജുള്ള, അതായത് ക്ലോറൈഡ് അയോണുകൾ പോലെയുള്ള അയോണിനെയാണ് ആനയോൺ എന്ന് വിളിക്കുന്നത്. ഇലക്ട്രോണിനെ സ്വീകരിച്ചതിന് ആനയോൺ എന്നും വിട്ടുകൊടുത്തതിന് അല്ലെങ്കിൽ റിലീസ് ചെയ്തതിന് കാറ്റയോൺ എന്നും വിളിക്കുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉള്ളതിനെ കാറ്റയോൺ എന്ന് വിളിക്കാം, നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ ആനയോൺ എന്നും വിളിക്കാം. ഈ പ്രവർത്തനത്തിലൂടെ സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും ബാഹ്യതമ ഷെല്ലിൽ അഷ്ടക പൂർത്തീകരണം നടത്തുകയും സ്ഥിരത കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് അയോണിക ബന്ധനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് സോഡിയവും ക്ലോറിനും എന്തായി മാറി? സ്ഥിരതയുള്ള ആറ്റങ്ങളായിട്ട് അല്ലെങ്കിൽ അയോണുകളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്രകാരം ഉണ്ടാകുന്ന വിപരീത ചാർജുള്ള അയോണുകൾ തമ്മിലുള്ള വൈദ്യുതാകർഷണത്തിൽ ഇവിടെ ഒരു എന്താണ്? വൈദ്യുതാകർഷണം വരുന്നുണ്ട്. അതായത് Na+ഉം ക്ലോറിൻ മൈനസും തമ്മിലുള്ള ഒരു ആകർഷണ ബന്ധം ഇവിടെ വരുന്നുണ്ട്.
അങ്ങനെ ഒരു ആകർഷണ ബന്ധത്തിൽ ഏറെ പരസ്പരം ബന്ധിച്ച് നിർത്തുകയും ചെയ്യണം. അതായത് ഇവിടുത്തെ കെമിക്കൽ ബോണ്ടുകൾ അല്ലെങ്കിൽ രാസബന്ധനം എന്ന് പറയുന്നത് അയോണുകൾ തമ്മിലുള്ള ബന്ധനമാണ്. പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിലുള്ള ബന്ധനമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതിനെ അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിനെ പൂർണ്ണമായിട്ടും കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള ബന്ധനമാണ് ഇത് അയോണിക ബന്ധനം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു ഇത് പറയുകയാണെങ്കിൽ മഗ്നീഷ്യം ഓക്സൈഡും കൂടെ ചേർത്തിട്ട് MgO, അതായത് മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാവുന്നത് നോക്കാം. അപ്പോൾ മഗ്നീഷ്യം നമ്മൾ നേരത്തെ കണ്ടിരുന്നു, മഗ്നീഷ്യത്തിന് 12 അറ്റോമിക നമ്പർ. അപ്പോൾ 2, 8, 2 എന്ന രീതിയിലായിരിക്കും ഇലക്ട്രോൺ വിന്യാസം. ഓക്സിജൻ എന്ന് പറയുന്നത് നമുക്കറിയാം 8 അറ്റോമിക് നമ്പർ. അപ്പോൾ ഇങ്ങനെ വരും 2, 6 എന്ന് വരും. ഇവിടെ ഈ മഗ്നീഷ്യത്തിന്റെ 2 ഇലക്ട്രോണിനെ സോഡിയത്തിന് ഓക്സിജന് കൈമാറ്റം ചെയ്യുമ്പോൾ ഇവിടെ എന്തായി മാറി? 2, 8 ആവും. മഗ്നീഷ്യത്തിൽ അതേപോലെ 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്തായി? 2, 8 എന്ന രീതിയിൽ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയി. ഇപ്പോൾ ഇവ 2 ആറ്റങ്ങൾ, അതായത് മഗ്നീഷ്യവും ഓക്സിജനും ഇവിടെ അഷ്ടക നിയമം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? രണ്ടും ഇപ്പോൾ സ്ഥിരത കൈവരിച്ചിട്ടുണ്ട്. ഇവിടെയും എന്താണ്? അയോണിക ബന്ധനമാണ്. ഇവിടെ Mg12 ആയതുകൊണ്ട് Mg2, അതായത് ബാഹ്യതമ ഷെല്ലിലെ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ട് മഗ്നീഷ്യം എന്തായിട്ട് മാറും? 2 ഇലക്ട്രോൺ അല്ലേ, അപ്പോൾ Mg2+2 ഇലക്ട്രോൺ വിട്ടുകൊണ്ട് 2+ ആയി മാറി. ഇവിടെ ഓക്സിജൻ എന്താണ്? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചതാണ്, അപ്പോൾ MO2- ഇതാണ്. അപ്പോൾ MgO എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതണം? ഇവിടെ Mgക്ക് 2+ ഉണ്ട്, ഇവിടെ Oയ്ക്ക് 2- ഉണ്ട്. അതാണ് ഇതിൻ്റെ ചാർജ്. Mg2+ഉം O2-ഉം. അതായത് 2 ഇലക്ട്രോണ് വിട്ടുകൊടുത്തു, 2 ഇലക്ട്രോണ് സ്വീകരിച്ചു. വൈദ്യുതാകർഷണ ബന്ധമാണ്, അതായത് അയോണിക ബന്ധനാണ് ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഈ ടാബിൾ ഒന്ന് പൂരിപ്പിച്ച് നോക്കാം. ഇലക്ട്രോൺ വിന്യാസം മഗ്നീഷ്യത്തിലാവുമ്പോൾ ആദ്യം 2, 8, 2 ആയിരുന്നു. 2, 8, 2. രാസപ്രവർത്തന ശേഷം അത് 2, 8 ആയിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ ആണെങ്കിൽ 2, 6 ആയിരുന്നു. രണ്ട് 6 രാസപ്രവർത്തന ശേഷം അത് 2, 8 ആയിട്ട് മാറി. അതുപോലെ പ്രോട്ടോണുകൾ, ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് 12. പ്രോട്ടോണിന്റെ എണ്ണം 12 തന്നെ. എന്നാൽ രാസപ്രവർത്തന ശേഷം ഇലക്ട്രോണുകളുടെ എണ്ണം 10 പ്രോട്ടോണുകളുടെ എണ്ണം 12 തന്നെയായിട്ട് നിലനിന്നു. അതുപോലെ ഇവിടെ രാസപ്രവർത്തനം മുമ്പ് ആറ്റമിക നമ്പർ അല്ലെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8 ആയിരുന്നു. അത് രാസപ്രവർത്തന ശേഷമാകുമ്പോൾ 10 ആയിട്ട് മാറി. പ്രോട്ടോൺ 8, 8 എന്നുള്ള രീതിയിൽ തന്നെ ഉണ്ട്. ഇനി ചാർജ് നോക്കുകയാണെങ്കിൽ മഗ്നീഷ്യത്തിന് എന്ത് ചാർജായി മാറി? ഇവിടെ മഗ്നീഷ്യം ആറ്റത്തിന് 0 ആയിരുന്നു. ആ മഗ്നീഷ്യം അയണ് +2 ചാർജ് ആയിരുന്നു. ഇവിടെയാണെങ്കിലോ ഇവിടെ 0 ആയിരുന്നു, ഓക്സിജന് -2 ചാർജുമായി. ഇത്രയും മാറ്റങ്ങൾ വന്നു മഗ്നീഷ്യവും ഓക്സിജനും സ്ഥിരത കൈവരിച്ചപ്പോഴേക്ക്. ഇതിന് മഗ്നീഷ്യം ഓക്സൈഡായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ സോഡിയം ഓക്സൈഡ് നോക്കാം. സോഡിയം ഓക്സൈഡിൽ നോക്കാം എങ്ങനെയാണ്. ഓക്സിജൻ നമുക്കറിയാം 6 ബാഹ്യതമ ഷെല്ലിൽ, സോഡിയത്തിന് 1 ഇലക്ട്രോണാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഈ സോഡിയത്തിൻ്റെ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുക്കുന്നു, ഇവിടെ നിന്ന് ഇലക്ട്രോണിനെ ഇങ്ങോട്ട് കൊടുത്തു. അങ്ങനെയാകുമ്പോൾ സോഡിയത്തിന് പ്ലസ് ചാർജ് തന്നെയാണ് വരുന്നത്, ഈ സോഡിയത്തിന് പ്ലസ് ചാർജ്. എന്നാൽ ഓക്സിജന് 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചത് കൊണ്ട് 2-. മാത്രമല്ല അഷ്ടക നിയമം പൂർത്തീകരിച്ചു. ഇവിടെ 8 ഇലക്ട്രോൺ മാറി. സോഡിയത്തിന് ഓൾറെഡി 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോൾ
2, 8 എന്ന ഇലക്ട്രോൺ വിന്യാസത്തോടു കൂടെ അഷ്ടക നിയമം പാലിക്കും. അങ്ങനെ അയോണിക ബന്ധനത്തിലൂടെ സോഡിയം ഓക്സൈഡ് രൂപം കൊള്ളുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് ആറ്റോമിക് നമ്പർ Na, സോഡിയം 11, ഫ്ലൂറിൻ 9 ആണ് വരുന്നത്. ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെ വരുന്നു ഇവിടെ? അപ്പോൾ സോഡിയം ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2, 8, 1. സോഡിയത്തിന് 1 ഇലക്ട്രോൺ ആണ്. ഫ്ലൂറിൻ്റെ കേസിൽ 9 ആറ്റോമിക് നമ്പർ വരുമ്പോൾ 2, 7 വരും. അപ്പോൾ 1 ഇലക്ട്രോണ് സ്വീകരിക്കണം. ഇവിടെ സോഡിയത്തിൻ്റെ കേസിൽ 2, 8, 1 ആണ്. ഫ്ലൂറിൻ്റെ കേസിൽ 2, 7, 9 ആണല്ലോ ആറ്റോമിക് നമ്പർ. അപ്പോൾ ഈ 1 ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുത്താൽ സോഡിയം പ്ലസ് ചാർജും ഫ്ലൂറിന് ഒരു മൈനസ് ചാർജും വരും, സോഡിയം ഫ്ലൂറൈഡ്. മാഗ്നീഷ്യം ഫ്ലൂറൈഡ് ആണെങ്കിലോ, മാഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോൺ ഉണ്ട്. എന്നാൽ മാഗ്നീഷ്യത്തിന് ബാഹ്യധമ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണുള്ളത് നമുക്കറിയാം. 2 ഇലക്ട്രോൺ, ഇതൊരെണ്ണം, 2 ഇലക്ട്രോൺ ബാഹ്യധമ ഷെല്ലിൽ. എന്നാൽ ഫ്ലൂറിന് 1 ഇലക്ട്രോണിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഒരു ഫ്ലൂറിന് ഈ ഇലക്ട്രോൺ നൽകി. ഇനി മറ്റൊരു ഫ്ലൂറിൻ, ഈ ഫ്ലൂറിന് ഈ ഇലക്ട്രോണെ നൽകി. ഇവിടെ ഒരു ഇലക്ട്രോണിൻ്റെ ആവശ്യമുണ്ട്. അങ്ങനെ MgF2 എന്ന രീതിയിൽ, അതായത് MgF2 എന്ന സിമ്പിളോട് പ്രതീകത്തോടു കൂടി നമുക്ക് മാഗ്നീഷ്യം ഫ്ലൂറൈഡ് ലഭിച്ചു. അങ്ങനെ സ്ഥിരത കൈവരിച്ചു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള സഹസംയോജക ബന്ധനമാണ്. അടുത്ത വീഡിയോയിലൂടെ പറയാം.